ഈ കലാദർശയുടെ ബോർഡും വെച്ചേച്ച് അച്ഛൻ എന്നതാ ഇവിടെ നടത്തുന്നത്? എന്താ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാൻ തന്നെ ഞങ്ങൾ വന്നേക്കുന്നത്. കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളേരെ ഇങ്ങോട്ട് അയക്കുന്നത് നിങ്ങളെയൊക്കെ വിശ്വസിച്ച. പാട്ടും ഡാൻസും മാത്രമല്ല, അച്ഛനോട് പ്രേമവും പഠിപ്പിക്കണമെന്ന് ഇപ്പോഴാ മനസ്സിലായത്. നീ ആരാന്ന്? ഇവനൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏജന്റന്മാര്. പോകാൻ തന്നെ ഞങ്ങൾ വന്നേക്കുന്നത്, ഇവിടെ കടക്കാനൊന്നുമല്ല. അല്ലടാ, ഇവിടെ കടത്താം പോരെ. ഓ, നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കും. സമാധാനമായിട്ട് ഇരിക്കാനല്ല, സമാധാനം കെട്ടേച്ച് അങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഇത് പണ്ടേ തല്ലിപ്പൊളിച്ച് കളയേണ്ടതായിരുന്നു. ഇങ്ങോട്ട് വേണം തല്ലി പൊളിക്കാൻ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിലേ പോകാൻ ആംബുലൻസ് വേണ്ടി വരും. താമ്പോടും. പിന്നെ അച്ചോ, ഇനി ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിയേക്കരുത്, പറഞ്ഞേക്കാം. മമ്മൂട്ടി ഇവിടെ വന്നേ. ആരാ അവന്മാര്? എന്താ പ്രശ്നം? അല്ല, അവന്മാരെ തലയ്ക്ക് വട്ട. എന്റെ കർത്താവേ, അവന്മാർക്കാണോ വട്ട് അതോ ഇവിടെയുള്ളവർക്കാണോ വട്ട്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നാണമില്ലല്ലോടാ നിനക്കൊക്കെ. ഒരു പെണ്ണിന് വേണ്ടി കിടന്ന് അടിപിടി കൂടുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു. എടാ, ഒരാണിന് 7 പെണ്ണ് വെച്ച് ഈ ലോകത്തുണ്ടെന്നാ പറയുന്നത്. ഏതെങ്കിലും നല്ല ഒരെണ്ണത്തിന് നോക്കി എനിക്ക് എടുത്താ പോലും. അടുത്ത പരിപാടിക്ക് ഞാനുണ്ടാവില്ല. ട്രൂപ്പിലൊക്കെ വേറെ ആളിനെ അന്വേഷിച്ചോ. ഞാൻ അച്ഛനോട് പറയാൻ പോകുമെന്ന് പറഞ്ഞ് നീ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. നീ ഇല്ലെങ്കിൽ വേറൊരുത്തൻ. ഇവിടെ ട്രൂപ്പിച്ചാരൻ ആളുകൾ പുറകെ നടക്കുന്നു. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചാലും ഒരാഴ്ചക്കുള്ളിൽ വേറെ ട്രൂപ്പ് ഉണ്ടാക്കണം. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? ഇതെങ്ങാനും അച്ഛന്റെ ചെവിയിലെ ത്യാഗ നാട്ട കേസാവും. എന്റെ പൊന്നളിയന്മാരെ, കഴിഞ്ഞതൊക്കെ നിങ്ങളൊന്ന് മറക്കും. നിർത്തരുത്. ഒരുത്തനും കൂടുതൽ സംസാരിക്കണ്ട. ഇവർ രണ്ടുപേരെയും ഒരു കുട കീഴിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് കൊട എവിടെ? ചവിട്ട് വെച്ചെന്നുണ്ടല്ലോ. എടാ സാബു, നിനക്ക് ഇവനോട് വഴക്കുണ്ടോ? എനിക്ക് വഴക്കൊന്നുമില്ല. നിനക്കുണ്ടോടാ? നിനക്ക് വിഷമം ഉണ്ടാവുന്ന എനിക്കറിയാം. അതൊക്കെ അങ്ങ് മറന്നുകളാ. നീ എഴുന്നേക്ക്. എഴുന്നേക്കാൻ ഞാനാ പറയുന്നത്. എഴുന്നേക്ക്. സാബു ഇങ്ങോ വാ. വരാൻ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊടുക്ക. ഞാനാ പറയുന്നത് കൊടുക്കാൻ. നിമേ, ഇങ്ങനെയല്ല, നല്ല ചിരിച്ചോണ്ട് കൈ കൊടുക്ക. പല്ല വിളി കണ്ടെന്ന് പിണക്കം തീർന്നുള്ള ചിരിയാണ്. നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എങ്ങനെയുണ്ടാ? ആ, 5 മിനിറ്റിനകത്ത് പോകണം. എല്ലാരും വേഗം വേണം. ഇറങ്ങി പാടും. കേട്ടെ, പുലി ഇറങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നു? ശരിയാ, ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നു. അവിടെ കരച്ചിൽ കേൾക്കുന്നത്. വാ, നമുക്ക് പോയി നോക്കാം. അയ്യോ, ഒരു അനക്കമില്ല. നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചാലോ? ഓരോ ദിവസം ഒരു പുലിവാല ഉണ്ടാക്കരുത് കേട്ടോ. അന്ന് റോഡിൽ കിടന്ന പ്രവാചകനെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ അനുമതി നീ മറന്നിട്ടില്ലല്ലോ. 2 ദിവസമാവും ലോക്കപ്പിൽ കിടന്നത്. മതി സഹായിച്ചത്. കാലത്ത് എന്നില്ലെങ്കിലേ പുറംകളി കളിക്കാൻ പോയതും പറഞ്ഞ അച്ഛൻ വെള്ളം കൂട്ടും. വാ, മതി. വാ. വരാൻ. അയാൾ കിടന്ന് വിളിച്ചു കൂവുന്നില്ലേ? എന്തായാലും മനുഷ്യത്വം ഇല്ലാത്ത പരിപാടിയാണ് നമ്മൾ കാണിക്കുന്നത്. മോട്ടോർ സൈക്കിളുകാരൻ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു. ശരിയാ, നമുക്ക് വേഗം സ്ഥലം. നീ എന്താ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? എനിക്ക് പോരാണ്ടൊക്കെ അല്ലായിരുന്നു. എന്നാ വണ്ടി വിട്, പോവാ. എടാ, എല്ലാത്തിനും കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. നീ കിടന്നോ? നേരം വെളുത്ത് ബസ് ഓടാൻ തുടങ്ങിയാ ഞങ്ങൾ അങ്ങ് പോയേക്കും. നമുക്കൊരു ചായ പിടിച്ചിട്ട് അന്തരൂന്റെ കട തുറന്നു. എന്താടാ ഇത് എവിടെന്നാണെന്ന്? ഇതങ്ങനെ കിട്ടി. മനസ്സിലായി. പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സമിതി സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചില്ലേ? അവിടെ നിന്ന് അടിച്ചെടുത്തത്. ഇത് അവിടെ നിന്നൊന്നും കിട്ടിയല്ല. പിന്നെ എവിടെ? ആക്സിഡന്റ് നടന്ന സ്ഥലമില്ലേ, ആ പെണ്ണിന്റെ അടുത്ത് കിടന്ന് കിട്ടിയതാണ്.
ഇവന്റെ ഈ സ്വഭാവം കൊണ്ട് ഒരു ദിവസം നമ്മൾ എല്ലാ അകത്ത് കയറിയിടും. അത് ശരിയാ. നിന്റെ കരിയാക്കൊണ്ടൊന്നും മിണ്ടായിരിക്കാവോ? എടുക്കാം എടുക്കാം. കട്ടെടുത്ത സാധനം ഒന്നും ഇവിടെ വെക്കരുത്. ഇത് കട്ടെടുത്താലടാ കിട്ടിയതല്ലേ. ഞാൻ അങ്ങനെ ആയിപ്പോയി. കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എനിക്ക് എടുക്കാൻ തോന്നും. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. എവിടെന്നെങ്കിലും രണ്ടെണ്ണം കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ. ഇത് കൊള്ളാമല്ലോടെ സാധനം. ഒന്ന് നോക്കട്ടെ. ആ, അത് വേണ്ട. കുറ്റം പറയാൻ വേണം, സാധനം കാണാൻ വേണം. അത് വേണ്ട, ഒന്ന് ശരിയാവൂല, തരൂല. അത് നോക്കിയിട്ട് തരൂല തരാം. പറഞ്ഞില്ലേ? ആ, വേണ്ട. നല്ലതല്ലേ സാധനം? ഒന്ന് നോക്കിയിട്ട് തരാം. കഷ്ടപ്പെട്ടിരിക്കാൻ ഞാൻ അങ്ങനെ തള്ളരുത്. തരൂല. എന്താ ഇതെന്താടാ തിളങ്ങണത്? ഇത് ഡയമണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഒറിജിനൽ രത്നം തന്നെ. ഇതിന്റെ അത്ര എഴുത്ത് ഒന്ന് വായിക്കട വേഗം. എന്താണ് ഈ എഴുതിയിരിക്കുന്നത്? ഇതെന്താണിത്? അറബിയാ? ഉറുദുവാ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ്. ദാ ഇവിടെ IKT എന്ന് മാത്രം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ IKT? IKT എന്ന് പറഞ്ഞാ ഇടികൊള്ളും തീർച്ച. ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ്. ഞാൻ എപ്പോഴും പറയാറില്ല ഇവൻ കാരണം എല്ലാവരും അകത്ത് പോകുന്നു. ഇപ്പൊ എന്തായി? കിടന്ന് ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടാം. അങ്ങോട്ട് കൊണ്ടുപോയല്ലേ. ഇപ്പൊ അവിടെ ചെന്ന നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും. നമുക്ക് സ്മഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിനും പിടിച്ച് അകത്തിടും. ഇതെന്തിനാണ് അവിടെ കൊണ്ടുവെക്കണത്? നമുക്ക് വിറ്റ് പങ്കിട്ടെടുക്കാം. വിൽക്കാനോട്ട് കൊണ്ടില്ലേ? ഞാനില്ല. എടാ നമ്മളെ ബുദ്ധിമുട്ടുള്ള അറിഞ്ഞ് ദൈവം തന്നായിരിക്കും. ഒരു 10-25 ലക്ഷം രൂപയുടെ ഡയമണ്ട്സ് ഉണ്ട്. അതൊന്നും ശരിയാവൂല. ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ ഇടികൊള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയണത്? ഒരു ഐഡിയ. നമുക്കിത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കൊടുത്താലോ? ഓ, അവന്റെ ഒരു ഐഡിയ. കൊണ്ടുപോടാ. അവരുടെ കൈ കിട്ടിയ തെളിയാത്ത വല്ല കേസും ഉണ്ടെങ്കിൽ അതുവരെ അവരിടിച്ച് തെളിക്കും. പിന്നെ പുറത്തു വരുമ്പോ മുഖം അലൂമിനി പാത്രത്തിൽ ലോറി എറി വിളിക്കും. എന്നാലേ നമുക്കിത് അച്ഛനെ ഏൽപ്പിക്കാം. അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ. ആ ബെസ്റ്റ്. അച്ഛൻ്റെ കൊടുത്താലേ അങ്ങേര് അതുകൊണ്ട് ഏതെങ്കിലും നേർച്ചപ്പെട്ടി ലോട്ടിടും. നേർച്ച വീഴുന്നത് കള്ളപ്പണമാണോ മോഷണ സ്വത്താണോ എന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ. തൽക്കാലം നമുക്കിത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അറിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം. നമ്മളിത് ഇപ്പൊ എവിടെ കൊണ്ടുപോയി വെക്കും? വേറെ എവിടെയും വെക്കണ്ട, ഇവിടെ തന്നെ ഇരിക്കുന്നല്ലോ നല്ലത്. അതെടാ ഇവിടെ വെക്കണ്ട. അവസാനം പോലീസ് എന്നെ പൊക്കും. ഭദ്രമായിട്ട് വയ്ക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട്. വേണ്ടടാ. ഇതും ആരുടെങ്കിലും നീ കൊടുക്ക. വേണ്ടടാ, വേണോ? എന്തിനാ? അങ്ങോട്ട് എന്റെ പാവ അല്ലേ ഇത് കണ്ട അങ്ങോട്ട് പോടാ. നടക്കണം.